നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമി ഏതാണ്ട് പൂർണ്ണമായും കേരളത്തിൻ്റെ ഭരണത്തിൽ പിടിമുറുക്കി എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ഈ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ അനുബന്ധ ഇസ്ലാമിസ്റ്റുകളെയും സുഖിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം, ഇന്ന് രാവിലെയുള്ള ഗവർണറുടെ നയപ്രഖ്യാപനത്തിനിടെ മുൻപ് ഗവർണർ സഭയിലേക്ക് എത്തുമ്പോൾ വന്ദേമാതരം ആലപിക്കണമെന്നുള്ള ലോക്ഭവൻ്റെ കർശനമായ നിർദ്ദേശത്തെ അവഗണിച്ച് പോലീസ് ബാൻഡിൻ്റെ ഒരു സംഗീതമായി മാത്രം വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 6 വരികൾ ആലപിക്കപ്പെട്ടത്. സംഗീതമായി മാത്രം, വരികൾ പോലും ആലപിച്ചിട്ടില്ല എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വന്ദേമാതരം ആലപിക്കുന്നതുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നത് ആർക്കാണ്? അത് മുഹമ്മദ് റിയാസുമാർക്കും മുഹമ്മദ് ഉണ്ണിമാർക്കും കിബ്ദുള്ളയ്ക്കും ഫക്രുദ്ദീൻമാർക്കുമാണ്. എന്തുകൊണ്ട്? അതൊരു അന്യ മതത്തിലുള്ള ദൈവിമാരുടെ പ്രകീർത്തനമായിട്ട് ആണ് ഞങ്ങൾ കാണുന്നത്. ബഹുദൈവ ആരാധനയാണ്. രാജ്യത്തെ വന്ദിക്കുന്ന ഒരു കാര്യം പോലും ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ വണങ്ങുകയുള്ളൂ എന്നുള്ളൊരു അഭിപ്രായവുമായി ജീവിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെയാണ് ഈ വന്ദേമാതരം അസ്വസ്ഥരാക്കുന്നത്. ആദ്യമായി വന്ദേമാതരം അസ്വസ്ഥപ്പെടുത്തിയത് മുഹമ്മദ് അലി ജിന്നയാണ്. ആ മുഹമ്മദ് അലി ജിന്നയും മറ്റ് ഇസ്ലാമിസ്റ്റുകളെയും പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നെഹ്റുവിൻ്റെ കീഴിലുള്ള സർക്കാർ വന്ദേമാതരത്തെ വികലമാക്കിയത്. വന്ദേമാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ മോദി സർക്കാർ വന്ദേമാതരത്തിൻ്റെ യഥാർത്ഥ ശോഭയിൽ ആ വളരെയധികം വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളുള്ള വൈകാരിക നിക്ഷേപങ്ങളെന്ന് തന്നെ പറയാം ഭാരതത്തിനുള്ള ആ ഗീതത്തിൻ്റെ ശോഭ പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത് ഈ കഴിഞ്ഞയിടയിലാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമവുമുണ്ട് അത് ആലപിക്കുന്നതിനെ സംബന്ധിച്ച്. ഗവർണറുടെ ലോക്ഭവനിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. എന്നാലും അതനുസരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതവാദ സംഘടനകളെ പ്രീതിപ്പെടുത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണെന്നുള്ളത് വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് ഗവർണർ അദ്ദേഹത്തിൻ്റെ അപ്രീതി വ്യക്തമാക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, സ്പീക്കറോട് കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം വാക്കാൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്പീക്കറുടെ മറുപടി ലഭിച്ചതിന് ശേഷം, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മറുപടി ലഭിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി വിശദീകരണം ചോദിക്കണമോ, ഇത് സംബന്ധിച്ച് തുടർ നടപടികളുമായി മുന്നോട്ട് പോകണമോ എന്നുള്ളത് ലോക്ഭവൻ തീരുമാനിക്കുകയുള്ളൂ, ഗവർണർ ശ്രീ ആർ ലേക്കർ തീരുമാനിക്കുകയുള്ളൂ. അദ്ദേഹം അതിനെ സംബന്ധിച്ചുള്ള നടപടികൾ എന്തായാലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല ആ നടപടികളുടെ കാര്യത്തിൽ. പക്ഷേ ഇത്തരത്തിലൊരു പ്രക്രിയ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചുവടുവെപ്പ് വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് ശ്രദ്ധേയമാണ്? ഇത്തരത്തിലൊരു നടപടി മാത്രമാണ് ഉണ്ടായത് അല്ല. കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു ഹൈന്ദവ സന്യാസി നാളെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്മസിന് കേക്ക് മുറിക്കരുത്, അത് ഹിന്ദു മതാചാരങ്ങൾക്കെതിരാണ് എന്നൊരു പ്രസ്താവന ഏതെങ്കിലും ഒരു സ്വാമി, ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ മുൻപിൽ ഭിക്ഷാടനത്തിനിരിക്കുന്നൊരു സ്വാമി, ആരെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ വന്ന് മൈക്ക് നീട്ടുമ്പോൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയാണ്. കേരളത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരും ഉറഞ്ഞു തുള്ളില്ലേ? സാംസ്കാരിക നായകന്മാർ തെരുവിൽ കിടന്ന് പൊട്ടിത്തെറിക്കില്ലേ? ഇത്തരത്തിലൊരു സാഹചര്യം, സ്ഥിതിവിശേഷം ഉരുത്തിരിഞ്ഞ് വരില്ലേ? വന്നിരിക്കും. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നിലവിളക്കിനെ സംബന്ധിച്ചുള്ള ദീർഘകാലമായി നിലനിൽക്കുന്നൊരു വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ നിലവിളക്ക് വിവാദം പ്രേക്ഷകർക്ക് ഇപ്പോൾ തലമുറയ്ക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ നിലവിളക്ക് കത്തിക്കുവാൻ ഇസ്ലാമികമായി ഞങ്ങൾക്ക് അനുവാദമില്ല, അത് ഞങ്ങൾക്ക് ഹറാമാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് പൊതുവേദിയിൽ ഈ വിവാദം ആദ്യമായി പരസ്യമായി ഉയർത്തിക്കൊണ്ടുവന്ന അത് ശ്രീ കുഞ്ഞാലിക്കുട്ടിയാണ്. അന്ന് നമ്മുടെ മലയാളത്തിൻ്റെ ഗാനഗന്ധർവൻ യേശുദാസ് അതിൽ വളരെയധികം ക്ഷുഭിതനായി ഇത്തരത്തിലുള്ളവരാണ് ഈ മതവാദം നാട്ടിൽ വളർത്തുന്നതെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നായിരുന്നെങ്കിൽ യേശുദാസിന് വാ തുറക്കാൻ സാധിക്കില്ല. ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ കുറേ ഇസ്ലാമിക പണ്ഡിതന്മാർ, ഈ തലയിലൂടെ തട്ടമിട്ട കുറേ പൊറോട്ട കെട്ടുമൊക്കെ കെട്ടി എന്ന് ഞാൻ തമാശയായിട്ട് പലപ്പോഴും പറയാറുള്ള കുറേ പണ്ഡിതന്മാർ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിലവിളക്ക്, മത സൗഹാർദ്ദം നിലനിർത്താൻ മതേതരത്വത്തിൻ്റെ പേരും പറഞ്ഞ് നിലവിളക്ക് കത്തിക്കുന്നത് ഇസ്ലാമിക രീതികൾക്ക് ചേർന്നതല്ല, അത് ഹറാമാണ്, അത് ബഹുദൈവ ആരാധനയാണ് എന്നൊരു പരസ്യ പ്രസ്താവന ഇറക്കി. അതിനെ സംബന്ധിച്ച് ഭരണപക്ഷ പ്രതിപക്ഷ നേതാക്കളുടെ കാര്യം വിടൂ, സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാംസ്കാരിക നക്കികളെന്ന് വിളിക്കുന്നൊരു വിഭാഗമുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈന്ദവ സന്യാസിമാർ മൂക്ക് ചീറ്റിയാലും തുപ്പിയാലും പ്രതികരിക്കുന്ന ഈ സാംസ്കാരിക നക്കികൾ വാ തുറന്നിട്ടില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അത് ഒരിക്കലും ഈ ഇസ്ലാം വിമർശനത്തിന് അവർ വാ തുറക്കില്ല എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാൽ കൂടി ആ ഒരു സാഹചര്യം ഇപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടു വരികയാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഭരണത്തിൻ്റെ മേലുള്ളൊരു സ്വാധീനത്തിൻ്റെ കാരണത്താൽ. ഇനി ഈ സ്വാധീനത്തിൻ്റെ മറ്റൊരു അപകടവും കൂടി പറഞ്ഞു തരാം. ഈ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടിയിലോ മറ്റോ
പെരുന്നാൾ ബക്രീദായിരുന്നല്ലോ, പെരുന്നാൾ ആഘോഷം ദേശീയപാതയിലായിരുന്നു. പടക്കം പൊട്ടിച്ച് സഞ്ചരിക്കുന്ന വാഹനങ്ങളിലുള്ളവർക്ക് ഭീതി സൃഷ്ടിച്ച് അപകടകരമായിട്ടുള്ള രീതിയിൽ പെരുന്നാൾ ആഘോഷം പൊതുനിരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഈ മതവാദികളുടെ കുഞ്ഞുങ്ങൾ. അടിസ്ഥാനപരമായിട്ട് അതും അത്തരത്തിലുള്ളൊരു പ്രകടനം അവർ നടത്തുവാൻ ധൈര്യപ്പെടുന്നത് ഭരണത്തിലിരിക്കുന്നത് ഞമ്മൻ്റെ ആളാണ് എന്നുള്ളൊരു ധൈര്യവും ഉറപ്പും അവർക്കുള്ളത് കൊണ്ട് തന്നെയാണെന്നുള്ളത് പ്രേക്ഷകർ വ്യക്തമായി മനസ്സിലാക്കുക. അടിസ്ഥാനപരമായി കേരളത്തിൻ്റെ ഭരണം ഇപ്പോൾ പ്രത്യേകിച്ച് നിയമ സംവിധാനങ്ങളുടെ ഒരു നിയന്ത്രണം പൂർണ്ണമായും തങ്ങൾ ഏറ്റെടുക്കുവാൻ പോവുകയാണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. കാരണം നിയമ സംവിധാനങ്ങളുടെ നേരത്തെ മുൻപൊരു വാർത്തയിൽ ഞാൻ പറഞ്ഞിരുന്നു, ED സംഘത്തെ ആക്രമിച്ചതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു അലക്ഷ്യ മനോഭാവം ആഭ്യന്തരമന്ത്രിയുടെ വീഴ്ചയാണെന്ന്. ഭരണ സംവിധാനം ജമാഅത്തെ ഇസ്ലാമി ഏറ്റെടുക്കുന്നതും ആഭ്യന്തരമന്ത്രിയുടെ ചുമതലയിൽ രമേശ് ചെന്നിത്തല ഇരിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർക്ക് ഏറ്റെടുക്കണമെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ നോമിനിയായി അവർ മുഖ്യമന്ത്രി VD സതീശനെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണം വളരെ ശക്തമാണ്. കാരണം ഉന്നയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത് കൊണ്ട് അത് സത്യമാകാതിരിക്കുന്നില്ല. കാരണം ഈ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് ആദ്യമായിട്ട് ഈ ആരോപണം ഉന്നയിച്ചത്. ഈ ആരോപണം പക്ഷേ അതിൻ്റെ ഒരു മറുവശം അന്നത്തെ കാലത്ത് തിരികെ ചോദിച്ചിരുന്നത് അതും സത്യമാണ്. കാരണം അവർ വന്നാൽ SDPIയോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഭീകരവാദ സംഘടനകളുടെയോ ഭരണമായിരിക്കും. രണ്ടിൽ ഏതാണെന്നുള്ളത്, കാരണം മൂന്നാമതൊരു മാർഗം ചിന്തിക്കുവാനുള്ളൊരു മാനസിക വികാസം മലയാളി വോട്ടർമാർ എന്നുള്ള നിലയിൽ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ LDF അല്ലെങ്കിൽ UDF, UDF അല്ലെങ്കിൽ LDF എന്നുള്ള രീതിയിൽ UDFനെ കുത്തി. പിന്നെ പിണറായി വിജയനോടുള്ള അതിരുക കവിഞ്ഞ സ്നേഹം, ഇനി അങ്ങ് വീട്ടിലിരുന്ന് വിശ്രമിക്കൂ, ദയവ് ഇത് ഞങ്ങളെ ഭരിച്ചത് അങ്ങ് ബുദ്ധിമുട്ടരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞു വിടാനുള്ളൊരു ത്വരയും ചേർന്ന് UDFനെ അധികാരത്തിലെത്തിച്ചു. ഒപ്പം ജമാഅത്തെ ഇസ്ലാമി. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വന്ദേമാതരം മുതൽ തെരുവിലെ അതും ദേശീയപാതയിൽ അപകടകരമായ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആഘോഷങ്ങൾ നടത്തി ഉണ്ടാക്കുന്ന ഒരു അപകട സാധ്യതകളോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭീതി സൃഷ്ടിക്കലോ ഇതൊരു അവകാശം സ്ഥാപിക്കൽ കൂടിയാണ്. ആൾക്കാരുടെ ഉള്ളിൽ ഭീതി പരത്തുക, ഒപ്പം ഞങ്ങളാണ് ഇനി തെരുവുകളും നാടും ഭരിക്കാൻ പോകുന്നതെന്നുള്ളൊരു അവകാശ സ്ഥാപനവും കൂടിയാണിത്. അവകാശ പ്രഖ്യാപനമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ അപകടകരമായൊരു സാഹചര്യത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. വന്ദേമാതരത്തിൽ തുടങ്ങി ദേശീയപാതയിലുള്ള ഇത്തരത്തിലുള്ള അപകടകരമായ ആഘോഷത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം, പ്രേക്ഷകരുടെ അഭിപ്രായം തീർച്ചയായും അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അത് കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.